ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെജിറ്റബിൾ സ്റ്റൂ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനായി ആദ്യം നമുക്കൊരു ചട്ടി എടുക്കാം. ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ടിരിക്കുന്നത് പൊട്ടറ്റോയുടെ നിറം മാറാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം പൊട്ടറ്റോ അരിഞ്ഞ് വെക്കുമ്പോഴത്തേക്ക് കറുപ്പ് നിറമാവുമല്ലോ. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നിറം മാറില്ല. അങ്ങനെ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം, ഞെരടിയെടുക്കാം. ഇതിനി നമുക്ക് ഈ പൊട്ടറ്റോയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, ഒരു 2-3 കഷ്ണം പട്ട, പിന്നെ ഒരു 3 ഗ്രാമ്പൂ, 2 ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ 1-ാം പാല് ഒരു 1/2 കപ്പോളം ഉണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2-ാം പാല് ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഇത് വേവാൻ ഇത്രയും പോരാങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ ഞാൻ വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ പൊട്ടറ്റോ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടി അപ്പോൾ നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉടച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അത് നിർബന്ധമില്ല. പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ഇതും കൂടെ നന്നായിട്ടൊന്ന് ക്യാരറ്റ് കൂടെ നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ അധികം നമ്മൾ തിളപ്പിക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ എരിവിന് വേണ്ടി നമുക്ക് പച്ചമുളകും ഇഞ്ചിയുടെ എരിവേ ഉള്ളൂ. അതിനുവേണ്ടി നമുക്ക് കുറച്ചൊരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് സ്റ്റൂവിന് എരിവ് ആവശ്യം ഉണ്ടാവില്ല, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചും കൂടി ഇടണം. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും അങ്ങനെ ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെ ഇട്ടാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും മണവും ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഇടുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും താളിച്ചിടാം. ഞാൻ ചൂടാക്കി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 4-5 അത് പകുതി ഒന്ന് മൂപ്പാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. എൻ്റെ ഇരിക്കുന്നത് ബ്ലാക്കാണ്, ഗോൾഡൻ കളറിലായാലും മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് താളിച്ചും കൂടെ ഒഴിക്കുമ്പോൾ സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റും മണവും ആയിരിക്കും. അല്ലെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിക്കേണ്ടവർക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുണ്ടാക്കി നോക്കണം എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.